അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമുക്ക് പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടാകുന്നത് ഇതര ജനങ്ങൾ നമ്മളെ പഴഞ്ചലാക്കുന്നതും ഇതര ജനങ്ങളെ കുറ്റപ്പെടുത്തുന്നതും ഇസ്ലാമിന് വില കൽപ്പിക്കാത്തതും എല്ലാത്തിനും കാരണം നമ്മുടെ മുസ്ലിയാക്കന്മാർ തന്നെയാണ്, നമ്മുടെ മതപണ്ഡിതന്മാർ തന്നെയാണ്. കാരണം അവർ ഐക്യത്തെ പഠിപ്പിക്കുന്നില്ല. വിദ്വേഷം, വിശ്വാസത്തിൻ്റെ പേരിൽ വിശ്വാസത്തിൻ്റെ വ്യത്യാസങ്ങളുണ്ടാകാം. വിശ്വാസം ഏതായാലും അവൻ്റെ വിശ്വാസം അവനെ രക്ഷിക്കട്ടെ എന്ന് മാത്രമാണ്. ഏത് ശരിയാണ് ഏത് തെറ്റാണ് എന്നത് അവരവരാണ് അതിനെ ശരിയാക്കി മുമ്പോട്ട് പോകേണ്ടത്. ഇവിടെ മുസ്ലിം സമുദായത്തിൽ പഠിപ്പിക്കുന്നത് സലഫിയെ കണ്ടാൽ എന്ത് ചെയ്യണം, സലഫിയെ കണ്ടാൽ സലാം പറയരുത്, സലഫീൻ്റെ വീട്ടിലേക്ക് പോകരുത്. വേറൊരു ഭാഗത്ത് ഇവർ എല്ലാ മതങ്ങളെയും നമ്മൾ സ്നേഹിക്കണമെന്ന് പറയുന്നു. ഇസ്ലാം പറയുന്നത് ആരെയും ദ്വേഷിക്കാനും പറയുന്നില്ല, സലഫിൻ്റെ വീട്ടിലേക്ക് പോകരുത് എന്ന് പറയുന്നില്ല. ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഇവരാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ അവരുടെ അവസ്ഥ നോക്കിയാൽ, ഇവിടെ കൂട്ടമ്പാറ ഉസ്താദ് പറയുന്നത് സലഫികൾ ഖുർആൻ ഓതുന്നില്ല, മരിച്ച വീട്ടിൽ അവർ ഖുർആൻ ഓതുന്നില്ല. അവർ ഖുർആൻ ഓതാത്തവർ ആയതുകൊണ്ട് അവർ മരിച്ചാൽ നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയേണ്ടതില്ല. അത് ഖുർആനല്ലേ, അത് പറയേണ്ടതില്ല. പിന്നെ അദ്ദേഹം പറയുന്നു, ഒരു സലഫിയെ കണ്ടാൽ ഹയാത്തോടെ കണ്ടാൽ നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി എന്ന് പറയേണ്ടി വരും എന്നും പോലും അദ്ദേഹം വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തലക്ക് സുഖമില്ലാത്തവർ പറഞ്ഞതുപോലല്ലേ നമുക്ക് മനസ്സിലാകുന്നത്. സലഫികളാകട്ടെ ഏത് വിശ്വാസികളാകട്ടെ അവരുടെ വിശ്വാസം അവർക്കാണ്. അവർക്കിവിടെ പഠിക്കാൻ സംവിധാനമില്ലാത്തത് കൊണ്ടല്ല. ഇവിടെ സുന്നികളെന്ന് പറഞ്ഞ് ഇവർ എന്ത് ചെയ്തു? കാട്ടലും കൊട്ടലും താള മദ്ദള വെടിപൊട്ടിക്കലും ഇതെല്ലാം ആരാണ് ചെയ്യുന്നത്? അത് നമ്മൾ ഉത്തരവാദിത്വമല്ല എന്ന് പറയാനും അവർ പഠിച്ചിട്ടുണ്ട്. അവർ തന്നെയാണ് ഉത്തരവാദിത്വം. അത്തരം കാര്യങ്ങൾ അവർ അവിടെ പോയി അതിന് ശരിയാക്കണം. നമ്മുടെ സമസ്തയിൽപ്പെട്ടവരാണെങ്കിൽ അത് നിർത്താൻ ശ്രമിക്കണം. ആന ചവിട്ടി മരിക്കുമ്പോഴെങ്കിലും അവർക്ക് മനസ്സിലാകുന്നില്ല. ഇത്ര വിദ്വേഷങ്ങൾ പഠിപ്പിക്കുന്നു. അതാണ് നിങ്ങൾ കേൾക്കാനുള്ളത്. ഒരു സലഫി മുസ്ലിയാറും സലഫി മൗലവിയും കൂട്ടമ്പാറ മുസ്ലിയാറും. കൂട്ടമ്പാറ ഉസ്താദ് എന്ന് പറഞ്ഞാൽ സാധാരണ ആളൊന്നുമല്ല, വലിയ പണ്ഡിതനാണ്. എങ്കിലും പറയുന്നത് തറ എന്ന് പറയുന്നില്ലേ, അതാണ്. അത് കേട്ട് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. ഐക്യത്തോടെ ജീവിക്കാൻ എല്ലാവരും, എല്ലാ ജാതി മതവും എല്ലാ വിശ്വാസികളും എല്ലാവരുടെ ഓരോ കഷ്ണ നാണ്യങ്ങളും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ എല്ലാ കാര്യത്തിലും എല്ലാവർക്കും നന്ദി പറയേണ്ട അവസ്ഥ, എല്ലാവരോടും നല്ല രീതിയിൽ നമ്മൾ പെരുമാറേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാകും. നമ്മളെപ്പോലെ കച്ചവടം ചെയ്യുന്നവർക്ക് മനസ്സിലാകും. ഇവിടെ ജാതി മതമൊന്നുമില്ല. ഓരോരുത്തരുടെ അവർ ഉണ്ടാക്കിയ പണം നമ്മളവർക്ക് എന്തെങ്കിലും സാധനം കൊടുത്ത് അതിൽ കിട്ടുന്ന ലാഭം നമ്മളും കഴിക്കുന്നു, ഇതേ ഉസ്താദന്മാർക്കും കഴിപ്പിക്കുന്നു എന്നുള്ളത് മറക്കരുത്. ഇത്രയും എനിക്ക് പറയാനുള്ളത്. അവരുടെ രണ്ടാളുടെ ചർച്ച ഒന്ന് നിങ്ങൾ നല്ലപോലെ കേൾക്കണം, കേട്ട് മനസ്സിലാക്കണം എന്താണ് വേണ്ടത് എന്ന്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മരിച്ചാൽ ഖുർആൻ ഓതാൻ പാടില്ല എന്നാണ് വഹാബിസം, അല്ലേ? ഇത് പരസ്യമായി എല്ലാ സാധാരണക്കാർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മുടെ ഈ സദസ്സിലേക്ക് ഒരാൾ വന്നിട്ട് പറയാണ് ഇന്ന ആള് മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു മരണ വാർത്ത കേട്ടാൽ നമ്മൾ എന്താ പറയാ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് ഖുർആനാണോ? അല്ലേ? അത് ഖുർആനായത്താണ്.
അപ്പോ ഒരു വഹാബി മരിച്ചു എന്ന് കേട്ടാൽ ഇന്നാലില്ലാഹി ചൊല്ലാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ട്? മരിച്ചതിന്റെ ശേഷം ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റൂല. ഇവരൊന്നും പൊന്നാറിന്റെ കൂറ്റമ്പാറ മൊയ്ലിയരെ, നിങ്ങൾക്ക് ഒരു അന്തം എന്ന് പറഞ്ഞ സാധനം കുറച്ചെങ്കിലും വേണ്ടതൊക്കെ പറയുമ്പോൾ ഒരു സ്റ്റേജിൽ നിന്നിട്ട് ഇങ്ങനെ പറയാം. മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത്? മരിച്ചാൽ അവിടെ ഖുർആനൊക്കെ ഓതാം. നിസ്കരിക്കുമ്പോൾ ഖുർആൻ ഓതുന്നില്ലേ? അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഖുർആൻ ഓതാം. മരിച്ച ആൾക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള കാര്യത്തിലാണ് തർക്കം. പക്ഷെ അവിടെ നിങ്ങളൊരു കൂട്ടിമാട്ടിൽ നടത്തി ഇന്നാലില്ലാഹി ഇന്നാലില്ലാഹി റാജിഊൻ ചൊല്ലാൻ പറ്റൂല എന്നാക്കി. കാരണം അത് ഖുർആനാണല്ലോ എന്നാണ്. പൊന്നാര മൊയ്ലിയരെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നാലില്ലാഹി ഇന്നാലില്ലാഹി റാജിഊൻ എന്നുള്ളത് മരിച്ച ആൾക്ക് വേണ്ടി ചൊല്ലണമല്ല, ജീവിച്ചിരിക്കുന്നവർ അവർക്ക് വേണ്ടി ചൊല്ലേണ്ടതാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാലില്ലാഹി ഇന്നാലില്ലാഹി റാജിഊൻ. എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ അവർ ചൊല്ലിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അവർ ചൊല്ലുന്നവരാണ് ഇന്നാലില്ലാഹി ഇന്നാലില്ലാഹി റാജിഊൻ. ഞങ്ങൾ അള്ളാഹുവിൽ നിന്ന് വന്നവരാണ്, അള്ളാഹുലേക്ക് മടങ്ങി പോകേണ്ടവരാണ്. ആ മുസീബത്ത് ഒന്നും ഒരു പ്രശ്നമല്ല, ഞങ്ങൾ അള്ളാഹുലേക്ക് പോകാനുള്ളതാണല്ലോ എന്നുള്ള സ്വയം ആശ്വസിക്കലാണ്. അത് മരിച്ചാലും നമ്മുടെ വീട് തകർന്നാലും നമ്മുടെ കച്ചവടം നഷ്ടപ്പെട്ടാലും നമുക്കൊരു ആപത്ത് വന്നാലും ഒക്കെ ചൊല്ലാനുള്ളതാണ്, അല്ലാതെ മരിച്ചാൽ മാത്രം ചൊല്ലാനുള്ളതല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കുറ്റമ്പാറ ദാരിമി ചങ്ങരംകുളത്ത് പ്രസംഗിക്കാൻ വരുന്നുണ്ടെന്ന് കേട്ടാൽ ഉടനെ നമ്മൾ പറയണം ഇന്നാലില്ലാഹി ഇന്നാലില്ലാഹി റാജിഊൻ. എന്തൊക്കെ ഫിത്നയായിട്ടാണ് അയാൾ വരുന്നത്. മർക്കസിൽ കാന്തപുരം മുടിമുക്കിയ വെള്ളം കൊടുക്കുന്നുണ്ടെന്ന് കേട്ട ഉടനെ നമ്മൾ ചൊല്ലണം ഇന്നാലില്ലാഹി ഇന്നാലില്ലാഹി റാജിഊൻ. അയാളെ കൊണ്ടുള്ള ഫിത്ന പടച്ചോനെ അവസാനിപ്പിച്ച് തരണേ. അതുപോലെ തന്നെ മടവൂര് പടച്ചോനാണ് അല്ലെങ്കിൽ ലോകം നിയന്ത്രിക്കുന്നത് പ്രാന്തം മടവൂരാണെന്ന് കേട്ട ഉടനെ നമ്മൾ പറയണം ഇന്നാലില്ലാഹി ഇന്നാലില്ലാഹി റാജിഊൻ. ഈ സമസ്ത മൊയിലാക്കന്മാരെ കൊണ്ട് വല്ലാത്ത ദുൽമുള്ള പടച്ചോനെ, ഇവരുടെ ഷെറിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണേ എന്ന് പറയണം. ഇതൊക്കെ വിപത്ത് വരുമ്പോൾ ചൊല്ലേണ്ടതാണ്. അതുപോലുള്ളൊരു വിപത്താണ് ഇപ്പോൾ നിങ്ങളുടെ ഈ പ്രസംഗം, ഒരു വിപത്താണ്. മനസ്സിലായില്ലേ? ഇനി മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പറ്റുമോ പറ്റൂലേ? അത് നിങ്ങളുടെ ഷാഫി മദ്ഹബിൽ തന്നെ തർക്കമുള്ള വിഷയമല്ലേ മൊയ്ലിയരെ? അത് ആ കിതാബുകളൊന്നും എടുത്തു നോക്കൂടെ, അവർക്ക് കിട്ടുമോ കിട്ടൂലേ എന്നൊക്കെയുള്ള വിഷയത്തിൽ. ശരി, മരിച്ച ആൾക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പറ്റും എന്ന് നിങ്ങളുടെ വാദത്തിലാണ് സമ്മതിച്ചാൽ തന്നെ ഖുർആനേക്കാൾ ഏറ്റവും ഫലപ്രദമല്ലേ മൊയ്ലിയരെ നിസ്കാരം? ഖുർആൻ ഓതുന്നതിനേക്കാൾ ഏറ്റവും ഒരാൾക്ക് ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത് എന്താ? നിസ്കാരമല്ലേ? എന്നിട്ട് എന്താ ഈ മരിച്ചു കൊടുത്ത് ആരും വന്ന് നിസ്കരിക്കാത്തത്? മരിച്ചു കൊടുത്തപ്പോൾ കൂറ്റമ്പാറ മൊയ്ലിയരെ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് ഒരു വസിയത്ത് എഴുതി വെച്ചാൽ നിങ്ങൾ മരിച്ചാൽ അവിടെ എന്ത് ചെയ്യണം? ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുക, അവിടെ ഫുള്ള് നിരത്തി താർപ്പായ വരുന്നവർ മുഴുവൻ എന്ത് ചെയ്യുക? നിസ്കരിക്കട്ടെ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിസ്കരിക്കട്ടെ, മയ്യത്തെടുക്കുന്നവരെ നിസ്കരിക്കട്ടെ. അപ്പോൾ വരുന്നവർ വർത്താനം പറഞ്ഞിരിക്കൂല, അവരെന്ത് ചെയ്യട്ടെ? നിസ്കരിക്കട്ടെ. ഒന്നാമത് നിസ്കാരമാണല്ലോ. ഈ രണ്ട് റക്കാത്ത് കൂറ്റമ്പാറ ദാരിമിക്ക് വേണ്ടി വെറുതെ നിസ്കരിക്കട്ടെ, ഫലം കിട്ടട്ടെ. എത്രയോ സമസ്തക്കാരെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട്. എന്നിട്ട് എന്താ അവർ വാപ്പാക്ക് വേണ്ടിയിട്ട് അവരെ കുറേ വാപ്പാടെ നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ട് അത് കളാവ് കിട്ടാത്ത എന്താ? ഒരു ലൊഹർ എനിക്ക്, ഒരു ലൊഹറിൻ്റെ മരിച്ചുപോയ സമസ്തക്കാരനെ വാപ്പാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സമസ്തക്കാരൊന്നും നിസ്കരിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എന്തുകൊണ്ടെന്നാൽ മരിച്ചവർക്ക് വേണ്ടി നിസ്കരിക്കാൻ ഇസ്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. മരിച്ചവർക്ക് വേണ്ടി നിസ്കരിച്ചാൽ മയ്യത്ത് നിസ്കാരമില്ലാത്തൊരു നിസ്കാരം സ്വീകരിക്കപ്പെടില്ല എന്ന് സമസ്തക്കാർക്ക് അറിയാം. അതുപോലെ ഖുർആനോത്ത് പറ്റുമോ പറ്റുമോ എന്നൊക്കെയുള്ള പണ്ഡിതന്മാർക്ക് തർക്കമുള്ള വിഷയമല്ലേ പൊന്നാര മൊയ്ലിയരെ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ കൂട്ടിമാറ്റി ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്? ചിരിപ്പിക്കാനാണെങ്കിൽ എന്തെല്ലാം കാര്യമുണ്ട്. താടിയൊക്കെ നരച്ചില്ലേ? കുറച്ചൊക്കെ ഈ തമാശ നിർത്തിക്കൂടെ നിങ്ങൾക്ക്?